ഇപ്പോൾ തൻ്റെ കുഞ്ഞനുജന് അല്പമെങ്കിലും മുലപ്പാൽ ലഭിക്കുന്നതിന് വേണ്ടി മുലയൂട്ടുന്ന അമ്മമാർ ഉണ്ടായിരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആന്റോളിയൻസിൻ്റെ ക്യാമ്പിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ മിഖലി. അവിടെ ആർക്കെങ്കിലും ദയ തോന്നി തൻ്റെ കുഞ്ഞനുജന് അല്പമെങ്കിലും പാൽ ലഭിക്കുമെന്നുള്ള രീതിയിൽ അവിടെ ചെന്നപ്പോൾ ഇവിടുത്തെ ക്യാമ്പിൻ്റെ അതേ ദുരിതപൂർണമായ അവസ്ഥയായിരുന്നു അവിടെയും ഉണ്ടായിരുന്നത്. അവിടെ കണ്ട കാഴ്ച, അവിടെ സ്ത്രീകളെല്ലാം തന്നെ തറയിൽ ചമ്രം പടഞ്ഞിരിക്കുകയാണ് പനയോലയിൽ. കുട്ടികളെല്ലാം തന്നെ നഗ്നപാതരായി അവിടെ ചെളിക്കുണ്ടിൽ കളിക്കുന്നുണ്ട് വൃത്തിഹീനമായ വെള്ളത്തിൽ. As he approached, several women rose to ask what he wanted. അവൻ അവിടേക്ക് ചെന്നപ്പോൾ ധാരാളം സ്ത്രീകൾ അവനോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? But he walked on and stopped only at the opening of an tent. പക്ഷെ അവൻ ആരോടും ഒന്നും കിട്ടിയില്ല. ഒരു ടെന്റിന്റെ കവാടത്തിലേക്ക് എത്തി. From the interior of a tent came the sound of a wailing infant. അവിടെ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട ആ ടെന്റിന്റെ മുന്നിലേക്ക് അവൻ നിന്നു. Have pity on this poor orphan and give him a little milk. I'm a poor Armenian, he said in Greek. ആ കൂടാരത്തിൻ്റെ കവാടത്തിലെത്തിയിട്ട് അവൻ പറഞ്ഞു, ഈ അനാഥ കുട്ടിയോട് അല്പമെങ്കിലും ദയ കാണിക്കണം. ദയ കാണിച്ച് അവനല്പം പാല് കൊടുക്കൂ. ഞാനൊരു പാവം അർമേനിയക്കാരനാണ് എന്ന് ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞു. At his appeal, a lovely dark woman appeared. He held in her arms an infant, blissfully sucking the maternal breast, its eyes half closed. ഇവൻ്റെ ശബ്ദം കേട്ട അകത്തു നിന്നും ഒരു ഡാർക്ക് നിറത്തിലുള്ള ഒരു കറുത്ത സ്ത്രീ ഇറങ്ങി വന്നു. അവരുടെ കയ്യിൽ ഒരു നല്ല ആൺകുട്ടിയുണ്ട്. ആൺകുട്ടി എന്ത് ചെയ്യാണ്? ഒരു ഇൻഫൻ്റാണ്, ഒരു നവജാത ശിശുവുണ്ട്. ആ നവജാത ശിശു അമ്മയുടെ മുലപ്പാൽ വളരെ അസാധ്യകരമായി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സക്കിങ് ദി മെറ്റേണൽ ബ്രസ്റ്റ്. പകുതി കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് പാല് കുടിക്കുന്ന ഒരു കുട്ടിയാണ് കാണുന്നത്. ലെറ്റ്സ് സീ ദ kid. ഇറ്റ്സ് എ ബോയ് ഓർ എ ഗേൾ. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ആ കുട്ടിയെ ഒന്ന് കാണട്ടെ. നിന്റെ മാറാപ്പിൽ കിടക്കുന്ന ആ കുട്ടിയെ ഒന്ന് കാണട്ടെ. അതൊരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? മിക്ലീസ് ഹാർട്ട് trembled with joy. മിക്ലിയുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ആദ്യമായി തൻ്റെ കുഞ്ഞനുജന് മുലപ്പാൽ കിട്ടാൻ പോകുന്നു. Several neighbors had came closer to see, and they helped him to take from his shoulders the sack where the baby brother was held. അപ്പോൾ ആ ഭാണ്ഡക്കെട്ടിൽ കിടക്കുന്ന കുട്ടിയെ കാണുവാനായി ചുറ്റുമുള്ള അയൽക്കാരെല്ലാം തന്നെ അവിടെ തടിച്ചുകൂടി. എല്ലാവരും ആ കുട്ടിയെ ഒരു നോക്ക് കാണുവാനായി അവിടെ എത്തി. അവൻ്റെ കുഞ്ഞനുജൻ്റെ ഒരു നോക്ക് കാണുവാനായിട്ട് with a curiosity they leaned over. He drew back the cover. അവൻ്റെ ഭാണ്ഡക്കെട്ടഴിച്ചു. The woman gave vent to various cries of horror. The child had no longer anything human about it. അങ്ങനെ ആ ഭാണ്ഡക്കെട്ടഴിച്ച് കണ്ട ആ സ്ത്രീ വളരെയധികം പൈശാചികമായ ഒരു ശബ്ദത്തോടു കൂടി നിലവിളിച്ചു. ബാക്കിലോട്ട് പിന്മാറി. കാരണം ഒരു മനുഷ്യരൂപം എന്ന് പറയാൻ പറ്റില്ല അതിന് കേട്ട്. ഒരു മനുഷ്യക്കോലമാണോ? അല്ല, ഒരു അസ്ഥിപഞ്ജരം പോലെ ഇരിക്കുന്ന ഒരു പ്രേതക്കോലമായിരുന്നു അത്.
The head had become enormous and the body of the incredible thinness. തല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കുട്ടിക്ക്, ഒരു വലിയ തല. ഉടലൊക്കെ വളരെയധികം ശോഷിച്ച ഒരു നേർത്ത ചുള്ളിക്കമ്പ് പോലെയിരുന്നു. Was all shriveled up and until then it had sucked only its thumb. അത് ആ അസ്ഥിപഞ്ജരം പോലെ കാണപ്പെട്ട ആ ജീവച്ഛവം പോലെ നിന്ന ആ കുട്ടി അതിൻ്റെ തള്ളവിരൽ ഉറിഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. And it was swollen. It was dreadful to see. ആ കാണുന്ന ആ കാഴ്ച വളരെയധികം ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു. Mikli himself drew back in fright. ആ കാഴ്ച കണ്ട തൻ്റെ മാറാപ്പിൽ കിടന്ന കുഞ്ഞനിതിനെ കണ്ട മിക്ലി തന്നെ ഭയന്ന് പുറകോട്ട് മാറി. All of them together chased him away, threatening. His eyes filled with tears. അവിടെ കൂടിയിരുന്നവർ എല്ലാം തന്നെ അവനെ അവിടെ നിന്നും അവനെയും അവൻ്റെ കുഞ്ഞനിതിനെയും ആട്ടി ഓടിച്ചു, ഭയപ്പെടുത്തി ഓടിച്ചു. His eyes filled with tears. അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. He went off bearing a little child still wailing in its hunger. അവൻ്റെ ആ വിശപ്പിന് ഒരു അറുതി വരുത്തുവാൻ തനിക്ക് സാധിക്കുന്നില്ല എന്ന് ഓർത്തുകൊണ്ട്, തൻ്റെ കുഞ്ഞനുജന് ഒരിറ്റ് പാല് നൽകുവാൻ അവന് സാധിക്കുന്നില്ല എന്ന് ഓർത്തുകൊണ്ട് അവൻ വല്ലാതെ ദുഃഖാർത്ഥനായി അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഇറ്റിറ്റ് വീണു. There was nothing to be done. The child was condemned to die of hunger. വിശപ്പ്, അവൻ ഇനി ഏതൊന്നും ചെയ്യാനില്ല, വിശപ്പ് കൊണ്ട് മരണം മാത്രമേ സംഭവിക്കുവാൻ ബാക്കിയുള്ളൂ. Mikli felt himself immensely alone and lost. ആരും തന്നെ മിക്ലിയെ അടുപ്പിക്കുന്നില്ല. അവൻ ഏകാന്തനായി. അവൻ്റെ സർവ്വനിയന്ത്രണങ്ങളും വിട്ടു. The child ran up his spine at the thought that he was crying such an unlucky child. താൻ ഇത്രയും ദൗർഭാഗ്യപരമായ ഒരു കുട്ടിയെയും കൊണ്ടാണ് നടക്കുന്നത്, ഒരിറ്റ് പാല് പോലും ലഭിക്കുവാൻ സാധിക്കാത്ത. He slumped down the shadow of a shade. It was very warm. വളരെയധികം ഉച്ചയായി, ഉഷ്ണക്കാറ്റ്, ശക്തമായ സൂര്യപ്രകാശം ആകെ തളർന്നു പോയവൻ ഒരു ഷെയ്ഡിൽ അവന് അഭയം പ്രാപിച്ചു. മിക്കിലി The country spread out before him in right wasteland covered with refuse. Noon rang out somewhere. The sound remained to him that he had eaten nothing since a day before. അങ്ങനെ അതിശക്തമായ സൂര്യൻ്റെ ഉച്ചസ്ഥായിയായ സൂര്യൻ്റെ പ്രകാശം അവനെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. വിശപ്പിൻ്റെ ആധിക്യം അവനെ വിളിച്ചുണർത്തി, അവനെ ഓർമ്മിപ്പിച്ചു ഒരു ദിവസമായി അവൻ ആഹാരം കഴിച്ചിട്ട. He would give to go sneaking about the streets around cafe terraces, filching some half-eaten rolls left on a plate, or else rack about in the garbage, or what a dog would not have eaten. Suddenly, life seemed to him so full of horrors that he covered his face with his hand and began to sob desperately. വിശപ്പിൻ്റെ ഉൾവിളി, വിശപ്പിൻ്റെ ആധിക്യം അവന് വല്ലാതെ തളർത്തിക്കളഞ്ഞു. ഒരിറ്റ് ബ്രെഡിന് വേണ്ടി ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ കഫയിലോ ആരെങ്കിലും ബാക്കി വെച്ച ആഹാര സാധനങ്ങളുണ്ടോ എന്നവൻ തിരക്കി. ആ വേസ്റ്റ് കുട്ടയിൽ കൊണ്ട് ബാക്കി വേസ്റ്റ് തട്ടുന്ന ആഹാര സാധനങ്ങളിൽ ആ പട്ടികളൊന്നും കഴിക്കാത്ത വല്ല വേസ്റ്റ് ആഹാരങ്ങളുമുണ്ടോ എന്നവൻ അന്വേഷിച്ചു. കണ്ടെത്തിയില്ല. തൻ്റെ
ഈ നിസ്സഹായാവസ്ഥ ഓർത്ത് താൻ ഇത്രത്തോളം മതപ്പതിച്ചല്ലോ എന്നോർത്ത് ആ പൂഴിമണ്ണിൽ അവൻ മുഖം പൊത്തി ഇരിക്കുകയാണ്, കരയുകയാണ് അവൻ്റെ അവസ്ഥ. And he began to, with full of horrors, that he covered his face with his hand and began to sob desperately. രണ്ട് കൈകളും തൻ്റെ കണ്ണുകളിലേക്ക് പൊത്തി അവൻ തേങ്ങിക്കരയുകയാണ് തൻ്റെ നിസ്സഹായ അവസ്ഥ ഓർത്ത്. When he raised his head, അവൻ്റെ തലകൾ ഉയർത്തിയപ്പോൾ കൈകൾ പൊത്തി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കരഞ്ഞു തീർന്ന ശേഷം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ a man stood before him, gazing up, down upon him. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് അവൻ കണ്ടത്. Mickley recognized the Chinaman who often came to the camp to sell pepper, knickknacks and charms which no one ever brought him from away. Often they mocked him because of his color and his keen eyes. താൻ കണ്ട കാഴ്ച ഒരു ചൈനാമേനെയാണ്, ചൈനക്കാരനെയാണ്. തങ്ങളുടെ ക്യാമ്പിൽ പലപ്പോഴും കളർ പേപ്പറുകളും മറ്റും വിൽക്കാനായി വരുന്ന ആ ചൈനാമേനെയാണ്. ഞങ്ങൾ പലപ്പോഴും അവനെ പരിഹസിച്ചിട്ടുണ്ട്. കാരണം അവൻ്റെ ചപ്പിയ മൂക്കും അവൻ്റെ കുഴിഞ്ഞ കണ്ണുകളും കണ്ട് പലപ്പോഴും ആ ചൈനക്കാരനെ നമ്മൾ കളിയാക്കിയിട്ടുള്ളൂ. അവന് ഓർമ്മ വന്നു. Mickley saw that he was looking gently down at him and moving his lips as through his speak. Finally, the Chinaman said, "You mustn't cry, my boy." ആ ചൈനാമേനെ തന്നെ നോക്കിയിരുന്ന ആ കുട്ടിയോട് ചൈനക്കാരൻ പറഞ്ഞു, അല്ലയോ എൻ്റെ കുട്ടി, നീ കരയരുത്. Then timely come with me. നീ കരയാതെ ഈ സമയം എന്നോടൊപ്പം വരൂ. Mickley's only answer was to shake his head negatively. മിക്ലിക്ക് തിരിച്ചൊന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല എന്ന്. അവൻ്റെ കഴുത്ത് ആട്ടിക്കൊണ്ട് പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു. He longed to flee. He had heard so many horrors about the cruelty of the Orientals. അപ്പോൾ ഈ ചൈനക്കാരെ കുറിച്ച് ധാരാളം ഭയപ്പെടുത്തുന്ന കഥകൾ കേട്ടിട്ടുണ്ട് മിക്കിലി. Yet the man remained there and so did not budge. So being in great distress, Mickley followed him. പക്ഷേ തനിക്കിനി ഇതിൽ കൂടുതൽ എന്ത് ദുരന്തമാണ് ഉണ്ടാവാനുള്ളത്? അതുകൊണ്ട് തന്നെ ദുരന്തങ്ങളുടെ പെരുമഴയായി അവരവിടെ അവശേഷിക്കെ ഇനിയും ഇതിൽ കൂടുതൽ ദുരന്തങ്ങളൊന്നും തനിക്ക് വരാനില്ല എന്നോർത്തുകൊണ്ട് ആ ചൈനാമേനെ പിന്തുടർന്നു ആരാ? മിക്ലി. What more awful things would happen to him? ഇനിയും കൂടുതൽ ദുരന്തങ്ങൾ തനിക്ക് വരാനില്ല. അതുകൊണ്ട് തന്നെ എന്ന് തന്നെയായാലും അദ്ദേഹത്തെ ഫോളോ ചെയ്യുവാൻ പിന്തുടരാൻ തീരുമാനിച്ചു. As they walked along, he stumbled weakly and almost fell with the child. The Chinaman came to him and taking the baby in his arm, tenderly pressed it to him. അപ്പോൾ അവനെയും താങ്ങിയെടുത്തുകൊണ്ട് ചൈനാമൻ എന്ത് ചെയ്യുകയാണ്? യാത്ര പോവുകയാണ്. They crossed several empty lots and then the men took a little land that led them to a sort of wooden cabin surrounded by a small garden. He stopped before the door and clapped his hands twice. A few lights stepped inside and a tiny person came to open the door. അങ്ങനെ അവർ ധാരാളം ഒഴിഞ്ഞ സ്ഥലങ്ങളെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം ഒരു തടി കൊണ്ട് അടിച്ചുപൂട്ടിയ ഒരു കൂടാരത്തിന് മുന്നിൽ ചെന്നെത്തി. ഈ ചൈനാമൻ ക്ലാപ്ഡ് ഹിസ് ഹാൻഡ്സ്. അവൻ കൈകൊട്ടി. അപ്പോൾ a few light steps inside the tiny person came and opened the door. ആ
തടി കൊണ്ടുണ്ടാക്കിയ ആ വീട്ടിൽ നിന്നും അകത്തു നിന്നും ഒരു കുഞ്ഞ് മനുഷ്യ സ്ത്രീ, അധികം പൊക്കമില്ലാത്ത ഒരു മനുഷ്യ സ്ത്രീ ഇറങ്ങി വന്നു. To open the door, seeing the man and face the rented with a happy smile, lit it up. She made a brief courtesy to them as meekly remained there, hastily rooted to the threshold. The Chinaman said to him, "Come on, then do not be afraid. This is my wife." ആ സ്ത്രീയെ കണ്ട ചൈനാമൻ പറഞ്ഞു, ഇതെന്റെ ഭാര്യയാണ്, അകത്തേക്ക് വരൂ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. Meekly went into the room. Rather than large, it seemed separated in the middle by colored paper screen. It was full of it was so clean and neat, though the very poor looking in the corner, he noticed a wicker card. അവിടെ ചെറിയ റൂമായിരുന്നു എങ്കിലും വളരെ വൃത്തിയുള്ളതും പേപ്പറുകൾ വളരെയധികം വർണ്ണാഭമായ പേപ്പറുകൾ കൊണ്ടൊട്ടിച്ച മനോഹരമായ ഒരു റൂമാണ്. നീറ്റ് ആൻഡ് ടൈഡി ക്ലീൻ. അവൻ അവിടെ ഒരു കോർണറിൽ ഒരു മൂലയിൽ നോക്കിയപ്പോൾ ഒരു തൊട്ടിലുണ്ടായിരുന്നു, ക്രാഡിൽ. അതവൻ ശ്രദ്ധിച്ചു. മിക്കിലി. "That is my baby," said the young woman, cocking her head graciously and to one side and smiling at him. "He is very tiny and beautiful. Come and see." അവിടെ ആ കാടിലുള്ളത് എൻ്റെ കുട്ടിയാണ്, വളരെ കുഞ്ഞാണ്, വളരെ വളരെ ആൻഡ് സി ഹി ഈസ് വെരി ടൈനി ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. മനോഹരമാണ്. എൻ്റെ കുഞ്ഞു സുന്ദരിയായ എൻ്റെ കുഞ്ഞിനെ കാണണോ? കം ആൻഡ് സി, നോക്കൂ എന്ന്. മിക്ലി വെന്റ് അപ്പ് ക്ലോസർ ആൻഡ് സൈലന്റ്ലി admired it, a chubby baby. അത് വളരെ ഒരു ചബി ബേബി, ഒരു തക്കടി മുണ്ടൻ താറാവിനെ പോലുള്ള നല്ല കൊഴുകൊഴുത്തൊരു കുട്ടിയായിരുന്നു. But lately out of the darkness of the maternal body slept peacefully, covered with a gold brocade cloth like a little king. അവൻ നല്ല പട്ട് നൂലുള്ള വസ്ത്രങ്ങളാൽ ഒരു രാജാവിനെ പോലെ അവൻ അവിടെ കിടക്കുകയായിരുന്നു ആ കുട്ടി. Then the husband called his wife over. He told her to sit on the straw mat. Without a word, he sat down on her lap, the little Flemish one growing deeply before her. The woman leaned over the astonishment and drew back a covering in which the child was wrapped. It appeared in her all its skeleton horror. He gave a cry and a cry immensely pity, then pressed the baby to her heart, giving its breast. Then the gestures of the modesty, she brought forward a flap of her robe over the milk-swollen breast, was poor glutinous infant sucking tail. അങ്ങനെ അവിടേക്ക് ആ ചൈനക്കാരൻ അവൻ്റെ ഭാര്യയെ വിളിച്ച് അവിടെ ഒരു ഇരുത്തിയതിനു ശേഷം മിക്ലിയുടെ കയ്യിലുണ്ടായിരുന്ന ഇൻഫൻറ്റിനെ അവളുടെ കയ്യിലേക്ക് വെച്ചു. അതിൻ്റെ രൂപം കണ്ട ചൈനക്കാരൻ്റെ ഭാര്യ ഒന്ന് നിലവിളിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ തൻ്റെ ബ്രസ്റ്റിനോട് ചേർത്ത് വെച്ചു. ആ അസ്ഥിബന്ധനം പോലെ ഇരിക്കുന്ന ആ സ്കെൽറ്റൻ പോലെ ഇരുന്ന കുട്ടി ആ ചൈനക്കാരൻ്റെ ഭാര്യയുടെ മുലപ്പാൽ വലിച്ചു കുടിച്ചു. And sucking their swollen breast, the poor glutton infant sucking there. അങ്ങനെ ആദ്യമായി മിഖിലിയുടെ കുഞ്ഞനുജന് അല്പം മുലപ്പാൽ കിട്ടി. അതിന് ശ്വാസവായു കിട്ടി. അപ്പോൾ നമ്മളെ സഹായിക്കുന്നത് എപ്പോഴും പലപ്പോഴും നമുക്ക് അപരിചിതരായിരിക്കാം. ദൈവം മുകളിലുണ്ട് എങ്കിൽ എപ്പോഴെങ്കിലും സഹായം ഏത് രൂപത്തിലും നമുക്ക് വന്നു ചേരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിക്കയുടെ ഈ ചാപ്റ്റർ കഴിയുകയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.